Hi students, welcome to the class for Management Accounting. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആണ്. ഫസ്റ്റ് പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഐറ്റം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രപ്പോസ്ഡ് ഡിവിഡൻ്റ് ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെ അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റും നമ്മൾ ഓരോ കേസിലും കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഞാൻ മൊത്തത്തിൽ ഓവറോൾ ഒന്ന് പറഞ്ഞു പോകാം. പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിന് നമുക്ക് രണ്ട് രീതിയിൽ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ട്രീറ്റ് ചെയ്തതുപോലെ തന്നെ രണ്ട് മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒന്നുകിൽ വി ക്യാൻ കൺസിഡർ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് ആസ് എ കറൻറ്റ് ലയബിലിറ്റി, അതർവൈസ് നോൺ കറൻറ്റ് ലയബിലിറ്റി. ഇപ്പം നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. വി ഷുഡ് ടേക്ക് ഇറ്റ് ഓൺലി ഓൺ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ മാത്രം നമ്മളത് ഷോൺ ചെയ്താൽ മതി. വേറെ എവിടെയും നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ട. നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷനും അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു, മാറ്റമൊന്നുമില്ല. ഇനി അത് നമ്മൾ നോൺ കറൻറ്റ് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷനിൽ ചെയ്തതുപോലെ തന്നെയാണ് 3 കേസുകൾ വരാം. അതായത് ഒരു പ്രാവശ്യം നമുക്ക് പിന്നെ ബാലൻസ് ഷീറ്റിൽ മാത്രമായിട്ട് തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമായിട്ട് തരാം. ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലും ബാലൻസ് ഷീറ്റിലും നമുക്ക് പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിനെ കുറിച്ച് തന്നിരിക്കാം. അപ്പോൾ നമ്മൾ ഓരോ കേസിലും പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എങ്ങനെയാണോ എടുത്തത് അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിനും ഉള്ളത്. ഇൻ കേസ് ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമാണ് നമുക്ക് പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിനെ കുറിച്ച് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നെ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യണം. സെയിം എമൗണ്ട് തന്നെ നമ്മൾ പിന്നെ ടാക്സ് പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പേ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്ത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കുകയും വേണം. അപ്പം ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമായിട്ട് തരുന്നു, രണ്ടിടത്ത് എടുക്കണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ടേക്ക് ഇറ്റ് ആസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ മാത്രമായിട്ട് പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് തരികയാണ്. അതും നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എടുത്തതുപോലെ തന്നെയാണ്. ബാലൻസ് ഷീറ്റിൽ മാത്രമായിട്ട് തരുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കൺസിഡർ ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ പിന്നെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പേ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്ത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുക. ദെൻ ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ പിന്നെ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്ത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമുക്കറിയാം, ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിരിക്കും. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിലും തന്നിരിക്കും, ബാലൻസ് ഷീറ്റിലും തന്നിരിക്കും. അപ്പം അത് നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ ഒരു അക്കൗണ്ട് നമ്മൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അക്കൗണ്ട് വരച്ചതിന് ശേഷം ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ എഴുതുക. പിന്നെ എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്ര എമൗണ്ട് എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഒന്നുകിൽ ഈ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പെയ്ഡ് എന്നുള്ളതായിരിക്കും തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് നമ്മൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചതായിട്ടായിരിക്കും തന്നിരിക്കുക. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്നാൽ തന്നിരിക്കുന്നത് നോക്കിയതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ കൺസേൺഡ് പ്ലേസസിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പ്രൊവിഷൻ ആണ്, കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മളത് ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള രീതിയിൽ ആ എമൗണ്ട് അവിടെ കാണിക്കുക. ഇനി പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പേ ചെയ്തതായിട്ട് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുക. പിന്നെ അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ഇത് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിലുള്ളതായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്, മറ്റേ സൈഡിലുള്ളത് നമുക്ക് കിട്ടും ബാലൻസിങ് ഫിഗറായിട്ട്. അതൊന്നുകിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന പ്രൊവിഷൻ ആയിരിക്കും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമ്മളത് പിന്നെ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പെയ്ഡ് എന്നുള്ള എമൗണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് കാണിക്കുക. ദെൻ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ച പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, കറൻറ്റ് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അത് സെയിം തന്നെയാണ്. ഞാൻ ഓവറാൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രം.
അപ്പോൾ അതാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ദ സെയിം പ്രൊസീജിയർ ഈസ് ഫോളോഡ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ആസ് ഹാസ് ബീൻ ഗിവൻ ഫോർ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇൻ്ററിം ഡിവിഡൻ്റ് ആണ്. അപ്പോൾ ഇൻ്ററിം ഡിവിഡൻറ്റും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും നമ്മൾ രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻ്ററിം ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് ക്ലോസ് ആകുന്നതിന് മുൻപേ തന്നെ ഇടയ്ക്ക് വെച്ച് പേ ചെയ്യുന്ന ഡിവിഡൻ്റാണ് ഇൻ്ററിം ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ഇൻ്ററിം ഡിവിഡൻറ്റ് നമ്മൾ പേ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്ത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇൻ്ററിം ഡിവിഡൻറ്റ് എടുക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് രീതിയിലല്ല, രണ്ടിടത്ത് നമുക്ക് ഇൻ്ററിം ഡിവിഡൻറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇൻ്ററിം ഡിവിഡൻറ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യും. അത് ഓർത്ത് വെക്കുക. അത് കൂടുതൽ വിശദീകരണമൊന്നുമില്ല, ഇത്രയും മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇൻ്ററിം ഡിവിഡൻറ്റ് ഷുഡ് ബി ട്രീറ്റഡ് സെപ്പറേറ്റ്ലി ഫ്രം പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ്. ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ദ കമ്പനി ബിഫോർ ദ ക്ലോസിംഗ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. ഇൻ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ വിൽ ബി ഷോൺ ആസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഫോർ കാൽക്കുലേറ്റിംഗ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇറ്റ് ഈസ് ആഡഡ് ബാക്ക് ടു കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. അടുത്തത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് ആണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് യൂഷ്വലി നമ്മൾ ഒരു കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് ആണ്, അതൊരു കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷനൊക്കെ ആയിട്ട് തിരിഞ്ഞു പോകരുത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റി എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിലാണ്. അപ്പം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് എപ്പോഴും ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുന്നുണ്ട്. ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡെറ്റേഴ്സിന് അത്ര എമൗണ്ട് നമ്മൾ കുറയുന്നുണ്ട്. അപ്പോൾ ഡെറ്റേഴ്സും നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഡെറ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് കുറച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ട് എടുക്കാവൂ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിഡക്റ്റഡ് എമൗണ്ട് ആണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കേണ്ടത്. അതായത് ഡെറ്റേഴ്സ് മൈനസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ്, ആ നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പം കറണ്ട് ലയബിലിറ്റി ആയതുകൊണ്ട് നമുക്ക് വലിയ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ എവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് കറണ്ട് ലയബിലിറ്റി ആൻഡ് ഷോൺ ഇൻ ദി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അണ്ടർ കറണ്ട് ലയബിലിറ്റി it reduces the amount of debtors, so can be deducted from debtors and net amount of debtors is shown in the schedule of changes in working capital. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്നോ തന്നിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നോക്കാനില്ല, അത് കറണ്ട് അസറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കറണ്ട് അസറ്റ് ആണെങ്കിൽ നമ്മൾ എവിടെ മാത്രമേ ട്രീറ്റ് ചെയ്യാറുള്ളൂ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ മാത്രമേ ട്രീറ്റ് ചെയ്യാറുള്ളൂ. അത് ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ ട്രേഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ തന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് മാത്രം തന്നിരിക്കും. അപ്പം ഇത് ഏത് കേസാണെന്നുണ്ടെങ്കിലും നമ്മളതിനെ ഒരു നോൺ കറണ്ട് അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് മാത്രം വേറൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളതിനെ ഒരു നോൺ കറണ്ട് അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം കറണ്ട് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നോക്കാനില്ല, അത് എവിടെ മാത്രം എടുത്താൽ മതി, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ മാത്രം എടുത്താൽ മതി. ഇനി നോൺ കറണ്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. ട്രേഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും തന്നിരിക്കും. അപ്പം നമ്മൾ നോക്കണം, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഡിഫറൻസ് നോക്കണം. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് വരയ്ക്കാം, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അക്കൗണ്ട് വരയ്ക്കാം, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എൻ്റർ ചെയ്യാം. നമുക്ക് ഡിഫറൻസ് നോക്കാം. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആണ് കൂടി നിൽക്കുന്നത്, ക്ലോസിംഗ് ബാലൻസ് കുറഞ്ഞാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ ഡിഫറൻറ്റ് അത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയും, ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ബിസിനസ്സിലോട്ട് ക്യാഷ് വരും, അതായത് അതൊരു സോഴ്സ് ഓഫ് ഫണ്ടാണ്. അപ്പോൾ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഈ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒരു സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഇൻ കേസ് ഇനി ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസിനേക്കാൾ കൂടിയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലോസിംഗ് ബാലൻസ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക. ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് കൂടി നിൽക്കുന്നു, അതായത് നമ്മൾ വീണ്ടും എന്ത് വാങ്ങിച്ചിട്ടുണ്ട്, അസെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്യാഷ് കൊടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങി, അതായത് ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോയിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോൺ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കമ്പയർ ചെയ്ത് നോക്കി, പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ആണ് കൂടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫറൻസ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത് സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തുക. ദെൻ ക്ലോസിംഗ് ബാലൻസ് ആണ് ഓപ്പണിംഗ് ബാലൻസിനേക്കാൾ കൂടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ക്ലോസിംഗ് ബാലൻസ് ആണ് കൂടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സോഴ്സ് ഓഫ് ആപ്ലിക്കേഷനിൽ നമ്മളത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇഫ് ദ ക്ലോസിംഗ് ബാലൻസ് ഈസ് മോർ ദാൻ ദി ഓപ്പണിംഗ് ബാലൻസ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് പർച്ചേസ് ഓഫ് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് therefore it is shown as application of fund in the fund flow statement. But if the opening balance is more than the closing balance, it represents sale of investments and therefore it's shown as source of fund. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു ഐറ്റമാണ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സുമായിട്ട് നമുക്ക് കുറേ ഐറ്റംസൊക്കെ ക്വസ്റ്റ്യനിൽ വരാം ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട്. പിന്നെ ഫിക്സഡ് അസറ്റിൽ തന്നെ നമുക്ക് പിന്നെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഡിഫറൻസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് നമ്മൾ വിൽക്കുന്നുണ്ടാകും. അപ്പോൾ അത് നമുക്ക് ഈ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്തതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഫിക്സഡ് അസറ്റിൻ്റെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡിഫറൻസ് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഫിക്സഡ് അസറ്റ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ. ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതായത് ക്ലോസിംഗ് ബാലൻസ് കൂടിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് അസറ്റ് വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ആണ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് അസറ്റ് കുറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ് വിറ്റിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രോഫിറ്റും ഉണ്ടാകാം. ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകാം, പ്രോഫിറ്റ് ഉണ്ടാകാം, അതുപോലെ തന്നെ നഷ്ടം ലോസും ഉണ്ടാകാം. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട് വരാം. ഡിപ്രീസിയേഷനിൽ തന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഈ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രോബ്ലംസ് ഓൺ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ജനറലി കണ്ടെയ്ൻ ഫിഗേഴ്സ് ഇൻ ദി ബാലൻസ് ഷീറ്റ്സ് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ. നമുക്കറിയാം നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസും ചില അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, വിച്ച് ആർ ഫർദർ അനലൈസ്ഡ് ടു റിവീൽ പർച്ചേസ് എ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഫോർ ദം, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഫിക്സഡ് അസറ്റിൻ്റെ ഐറ്റംസ് നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ഫിക്സഡ് അസറ്റ് ഒരു അക്കൗണ്ട് വരയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡും തന്നിട്ടുണ്ട്. അപ്പം ദെൻ ദ ഫിഗർ ഓഫ് പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് നമുക്ക് ഇത്രയും ഐറ്റത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് വരയ്ക്കുക, പിന്നെ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എൻറ്റർ ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് തന്നെ ഡെബിറ്റ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക, ക്ലോസിംഗ് ബാലൻസും ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുക. ഡിപ്രീസിയേഷന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എൻറ്റർ ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ എമൗണ്ടും എൻറ്റർ ചെയ്യുക, ഇത് ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആണ് കൂടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, നമ്മൾ വീണ്ടും ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഡെബിറ്റ് സൈഡ് കുറഞ്ഞിരിക്കും, ക്രെഡിറ്റ് സൈഡ് കൂടിയിരിക്കും. ക്ലോസിംഗ് ബാലൻസ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ബാലൻസിങ് ഫിഗർ പിന്നെ പർച്ചേസ്, അതായത് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തതായിട്ട് കാണിച്ചിട്ട് ടു ബാങ്ക് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്നുള്ളത് നമ്മൾ കാണിക്കുക. അതായിരിക്കും നമ്മളുടെ ഫിക്സഡ് അസറ്റ് നമ്മൾ പിന്നെ പർച്ചേസ് ചെയ്തതായിട്ട് കാണിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത്
ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളതൊരു ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് എടുക്കണം. ഇനി നേരെ തിരിച്ചാണ്, നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡ് ആണ് കൂടി നിൽക്കുന്നത്, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ് കൂടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ക്ലോസിംഗ് ബാലൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫിക്സഡ് അസറ്റ് വിറ്റു എന്നുള്ളതാണ് നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്ന എമൗണ്ട്. പിന്നെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പം ബൈ ബാങ്ക് സെയിൽസ് എന്നുള്ളത് ബാലൻസിങ് ഫിഗർ കാണിക്കുക. സെയിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. സോ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് ക്രെഡിറ്റ് ടോട്ടൽ ഈസ് ഹയർ ദാൻ ദ ഡെബിറ്റ് ടോട്ടൽ ദെൻ ദ ഡിഫറൻസ് ഈസ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് വൈസ് വേഴ്സ. അല്ലാന്നുണ്ടെങ്കിൽ ദെൻ ദ ഡിഫറൻസ് ഈസ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമുക്ക് അടുത്തൊരു സിറ്റുവേഷനിൽ എങ്ങനെ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട് വരാമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഫിക്സഡ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് തന്നിട്ടുണ്ട്. അതുപോലെ അസറ്റ് നമ്മൾ എത്ര വിറ്റു എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും അസറ്റ്, ഫിക്സഡ് അസറ്റ് നമ്മൾ ഇത്രയും വിറ്റിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിലും പ്രോഫിറ്റ് ലോസ്, നമ്മളിപ്പം വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റോ ലോസോ ഉണ്ടാകാം, ആ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ കേസിലെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് വിറ്റതെന്നോ എത്രയാണ് വാങ്ങിച്ചതെന്നോ നമുക്ക് തന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഫിക്സഡ് അസറ്റ് സ്പെഷ്യലായിട്ട് നമ്മൾ എത്ര വിറ്റിട്ടുണ്ട് എന്നുള്ളതും അതിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംഭവിച്ചത് എന്നുള്ളതും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് വരയ്ക്കണം. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എൻ്റർ ചെയ്യുക. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് ഓപ്പണിംഗ് ബാലൻസും ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ക്ലോസിംഗ് ബാലൻസും എഴുതുക. ഡിപ്രീസിയേഷൻ ഒബ്വിയസ്ലി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എഴുതുക. പിന്നെ ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ നമ്മൾ എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എത്രയാണോ വിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആ എമൗണ്ട് എഴുതുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പ്രോഫിറ്റ് ആണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ലോസ് ആണ് സംഭവിച്ചതെന്നോ എന്ന് തന്നിരിക്കും. ഇപ്പം ലോസ് ആണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ് ഓൺ സെയിൽ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുക. ഇനി പ്രോഫിറ്റ് ആണ് ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ നമുക്ക് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാനുള്ളത്. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പം ബാലൻസിങ് ഫിഗർ നമുക്ക് എത്രയാണോ നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് അസറ്റ്, അതായത് ഡിഫറൻസ് വരുവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇത്രയും ഐറ്റംസ് എൻ്റർ ചെയ്തതിന് ശേഷം ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറവ് വരുന്നത് നമുക്ക് ഡെബിറ്റ് സൈഡിലായിരിക്കും. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആ ബാലൻസിങ് ഫിഗർ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ സോഴ്സ് ആണ്, അത് നമ്മളത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ എൻ്റർ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ദെൻ നമുക്ക് പിന്നെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. അത് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നമുക്കറിയാം പ്രോഫിറ്റും ലോസും എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഫിക്സഡ് അസറ്റിൻ്റെ പിന്നെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ നോക്കാം. അതായത് ഫിക്സഡ് അസറ്റിൻ്റെ ഡീറ്റെയിൽസ്, വേറെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ തന്നാൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ ഓൾറെഡി ഡിപ്രീസിയേഷൻ തന്നിരിക്കും, അസറ്റ് വിറ്റ കാര്യം, അതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അസറ്റ് വിറ്റ കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അതിൽ നിന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംഭവിച്ചത് എന്നുള്ളത് തന്നിരിക്കും. അതിൻ്റെ കൂടെ ഇത്രയും ഐറ്റംസ് കൂടാതെ നമുക്ക് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റവും കൂടി, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റവും കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഫിക്സഡ് അസറ്റിൻ്റെ തന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെയുള്ള ഡിപ്രീസിയേഷൻ, അതുപോലെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതിൻ്റെ പ്രോഫിറ്റ് ലോസ്, ഇത്ര ഐറ്റംസ് തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഐറ്റം കൂടി വന്നിരിക്കുന്നു എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിലും തരാം, ബാലൻസ് ഷീറ്റിലും തരാം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഐറ്റം വന്നാൽ ഉടനെ നമ്മൾ അതിൻ്റെയും കൂടെ ഒരു അക്കൗണ്ട്, ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് കൂടാതെ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടും കൂടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഡീറ്റെയിൽസ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എൻ്റർ ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ആ എമൗണ്ടിൻ്റെ, ആ ഫിഗറിൻ്റെ കൂടെ നമ്മൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനും കൂടി ആഡ് ചെയ്തതിന് ശേഷമുള്ള ഗ്രോസ് വാല്യൂ വേണം നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസിലും എൻ്റർ ചെയ്യാൻ. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കും. ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട്
നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് എമൗണ്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത്, അതായത് നമ്മൾ അതിൻ്റെ ഗ്രോസ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുമ്പോൾ നമ്മൾ ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നു. നമ്മുടെ ഇതിൻ്റെ അകത്ത് സ്ലൈഡിൽ തന്നിരിക്കുന്ന പോലെ ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നു. ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് നേരിട്ട് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അതേ എമൗണ്ട് എടുത്തെടുക്കാൻ പറ്റില്ല. ഇത് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അതിൻ്റെ ഗ്രോസ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസും നമ്മൾ എഴുതുമ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് ഗ്രോസ് വാല്യൂ ആണ് എഴുതേണ്ടത് എന്നുള്ളത് ഓർക്കുക. While opening balance, closing balance, depreciation written off, assets sold, profit or loss on sale of fixed asset, and accumulated depreciation or provision for depreciation are given, then the fixed asset account should be shown at the gross value or original cost, that is balance sheet value plus provision for depreciation given as per adjustment, and provision for depreciation account is prepared separately. അപ്പം നമ്മൾ തീർച്ചയായിട്ടും 2 അക്കൗണ്ടും കൂടി ഒരുമിച്ച് വരയ്ക്കണം. ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ടും വരയ്ക്കണം, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരയ്ക്കണം. ചിലപ്പോൾ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ബാലൻസ് ഷീറ്റിൽ മാത്രമാണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഗ്രോസ് വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം നോക്കുക, അഡ്ജസ്റ്റ്മെൻറ്റിലാണോ ബാലൻസ് ഷീറ്റിലാണോ തന്നിരിക്കുന്നത് എന്നുള്ളത്. ബാലൻസ് ഷീറ്റിലാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഗ്രോസ് വാല്യൂ, അതായത് നമുക്ക് നേരിട്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ മുമ്പേയൊക്കെ ചെയ്തതുപോലെ തന്നെ നമുക്ക് നേരിട്ട് എഴുതാം. അവിടെ ഗ്രോസ് വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കൺസേൺഡ് പ്ലേസസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ടു ബാലൻസ് ബ്രോട്ട് ഓൺ, ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. പിന്നീട് നമുക്ക് സെയിൽ എമൗണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അപ്പം ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്നുള്ള എമൗണ്ട് റെക്കോർഡ് ചെയ്യുക. ദെൻ നമുക്ക് പിന്നെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നോക്കുക. വിറ്റപ്പോൾ ഇപ്പോൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യാം. ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. പിന്നെ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്നും ആ വർഷത്തെ എത്രയാണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കുക. അത് നമ്മുടെ ഡിപ്രീസിയേഷൻ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കും. അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അത് നമുക്ക് സാധാരണയായിട്ട് ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എത്രയാണോ ഫിക്സഡ് അസറ്റ് നമുക്ക് നമ്മൾ അഡീഷണലായിട്ട് വാങ്ങിയിട്ടുള്ളത്, അതായത് നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആയിരിക്കും കിട്ടുന്നത് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതായിരിക്കും ബാലൻസിങ് ഫിഗർ. അത് നമ്മൾ പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സെയിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടല്ലോ അത് നമ്മളെന്താണ് സോഴ്സായിട്ടും കൺസിഡർ ചെയ്യണം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കണമെന്ന് പറഞ്ഞു. നമുക്കതിൻ്റെ അകത്ത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിരിക്കും. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ്, ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസും എൻ്റർ ചെയ്യുക. ദെൻ എന്തെങ്കിലും ഡെപ്രീസിയേഷൻ നമ്മൾ വിറ്റതായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടു ഫിക്സ്ഡ് അസറ്റ് ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ് സോൾഡ് ആ എമൗണ്ട് നമ്മളവിടെ എൻ്റർ ചെയ്യുക. നമ്മൾ വിറ്റ അസറ്റിൻ്റെ ഡെപ്രീസിയേഷനാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മളത് ഡെബിറ്റ് സൈഡിൽ ടു ഫിക്സ്ഡ് അസറ്റ് ഡെപ്രീസിയേഷൻ ഓൺ അസറ്റ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എൻ്റർ ചെയ്യുക. ദെൻ ഡെപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ചെയ്തത് നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് എത്രയാണോ നമ്മൾ ആ വർഷം ഡെപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ ഡെപ്രീസിയേഷനായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ഫിക്സ്ഡ് അസറ്റിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഈ ഡെപ്രീസിയേഷൻ എമൗണ്ട് എൻ്റർ ചെയ്യണം. അപ്പം ഈ അക്കൗണ്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ആ വർഷത്തെ ഡെപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ചെയ്ത് എത്രയാണ് എന്നുള്ളത് കിട്ടുന്നത്. നമ്മൾ ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് വരച്ചതിൻ്റെ അകത്ത് നമുക്ക് ആ ഡെപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ ഈ എമൗണ്ടാണ് അവിടോട്ട് എൻ്റർ ചെയ്യേണ്ടത്. അപ്പം ഇത്രയുമാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ തന്നു കഴിഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റുമായിട്ട് നമ്മൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഐറ്റംസ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എൻട്രീസും കൂടെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവും. അപ്പം മൊത്തത്തിൽ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഫിക്സ്ഡ് അസറ്റുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ എവിടെയാണ് ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതും അപ്പോൾ അത് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ജേർണൽ എൻട്രീസ് പറഞ്ഞ് ഡിസ്കസ് ചെയ്യാം.
ഫസ്റ്റ് ഫോർ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് വിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിലോട്ട് ക്യാഷ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്, അപ്പം ഫിക്സഡ് അസറ്റ് വിറ്റു, നമുക്ക് അതിൻ്റെ അകത്ത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ട്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടാണ്, ബാങ്ക് ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് ബിസിനസ്സിലോട്ട് വരുന്നുണ്ട്, ഇൻഫ്ലോ ഫണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് അവിടെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട്, ഡെറ്റർ, ദെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ അതൊരു പിന്നെന്താണ് നോൺ കറൻറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ അവിടെ എന്ത് വരത്തില്ല, ഫിക്സഡ് അസറ്റും നോൺ കറൻറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ രണ്ടും നോൺ കറൻറ്റ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോ ഫണ്ട് ഇല്ല, നോ ഫ്ലോ ഫണ്ടാണ്. അപ്പോൾ അത് വേറെ എവിടെ നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക്, അതായത് നമുക്ക് ഇത് വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഉണ്ടാകാം, അപ്പോൾ അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അവിടെയും ഫ്ലോ ഫണ്ടൊന്നും വരുന്നില്ല. ദെൻ ടു ഫിക്സഡ് അസറ്റ്, ഇതാണ് നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന എൻട്രി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പിന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനോ പ്രോഫിറ്റ് ഓൺ ലോസോ ഒക്കെ നമ്മൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. പക്ഷേ അവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സോഴ്സായിട്ടോ ആപ്ലിക്കേഷനായിട്ടോ ഈ പറയുന്ന ഐറ്റംസ് ഒന്നും വരത്തില്ല. പക്ഷെ നമ്മുടെ ക്യാഷ് ബിസിനസ്സിലോട്ട് വന്നതുകൊണ്ട് അത് ഇൻഫ്ലോ ഓഫ് ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യും. അതായത് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലോ ഫണ്ടാണ്. അപ്പോൾ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ദെൻ ഫിക്സഡ് അസറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി വരുന്നത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് അറ്റച്ച് ടു ബാങ്ക് അക്കൗണ്ടാണ്. നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോയിട്ടുണ്ട്, അപ്പോൾ അത് ഔട്ട്ഫ്ലോ ഫണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യും. ദെൻ ഫോർ ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ ഇയർ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ്. അവിടെയും ഫ്ലോ ഫണ്ടൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ സോഴ്സായിട്ടോ ആപ്ലിക്കേഷനായിട്ടോ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ദെൻ ഫോർ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, നമുക്ക് ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് അറ്റച്ച് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ് നമുക്ക് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യും. ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് നമ്മൾ എൻ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ നോൺ കറൻറ്റ് കാറ്റഗറിയാണ് ഒന്ന്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് കറൻറ്റ് ആസ്പെക്റ്റാണ്, നോൺ കറൻറ്റ് ആസ്പെക്റ്റ് ആണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് നോൺ കറൻറ്റ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും നോൺ കറൻറ്റ് കാറ്റഗറി ആയതുകൊണ്ട് അവിടെ ഫ്ലോ ഫണ്ട് വരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ കറൻറ്റ് ഇയർ ആൻഡ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് തീർച്ചയായിട്ടും കറൻറ്റ് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. പിന്നെ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസാണ് എന്തൊക്കെ, ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡും അതുപോലെ തന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റും. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ലെസ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ കറൻറ്റ് ഇയർ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് പ്രോഫിറ്റും വരാം അല്ലേ. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നിന്നും അത് ഡിഡക്റ്റ് ചെയ്യണം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓൾറെഡി നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ കാൽക്കുലേഷൻസ് പറഞ്ഞതാണ്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഫിക്സഡ് അസറ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് വരയ്ക്കണം, ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമുക്ക് കൺസിഡർ ചെയ്ത് നമുക്ക് ബാലൻസിങ് എത്രയാണ് ഫിഗർ വരുന്നത് നോക്കുക. അത് പർച്ചേസ് ആണോ സെയിലാണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്, സെയിലാണെന്നുണ്ടെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ടാണെന്നുള്ളത് നോക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് വരുന്ന ഓരോ ഐറ്റംസ് നമ്മൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ എന്തൊക്കെ നമുക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഇനി നമുക്ക് പ്രോഫിറ്റാണ് ഇത് വിറ്റപ്പോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ ലെസ് ചെയ്യണം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.